പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് സ്വാഗതം. അതിശക്തമായ ത്രികോണ മത്സരമാണ് ഇത്തവണ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ സ്ഥാനാർത്ഥിത്വം തിരുവനന്തപുരത്തെ രാജ്യശ്രദ്ധയിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. UDFന്റെ ശശി തരൂരും LDFൽ മുൻ MP പന്ന്യൻ രവീന്ദ്രനുമാണ് സ്ഥാനാർത്ഥികൾ. ഇത്തവണ NDA ഉറച്ച സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിച്ചാൽ NDAയുടെ മുന്നേറ്റം പ്രകടമാണ്. എമ്മനും കെ കരുണാകരനും KV സുരേന്ദ്രനാഥും ഉൾപ്പെടെ പ്രമുഖർ മത്സരിച്ച തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ പൊടിപാറും പോരാട്ടമാണ്. 1989 മുതലുള്ള BJPയുടെ വോട്ട് വിഹിതം പരിശോധിച്ചാൽ NDAയുടെ ശക്തമായ മുന്നേറ്റമുള്ള മണ്ഡലം. വിശ്വപൗരനെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്ന ശശി തരൂരിനെതിരെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എത്തിയതാണ് തിരുവനന്തപുരം മണ്ഡലത്തെ ഇത്തവണ ശ്രദ്ധേയമാക്കുന്നത്. LDFന്റെ പന്ന്യൻ രവീന്ദ്രനും കൂടി ഉൾപ്പെട്ടതോടെ ശക്തമായ ത്രികോണ മത്സരത്തിനാകും ഇത്തവണ തിരുവനന്തപുരം സാക്ഷിയാകുക. ലാണ് ശശി തരൂരിനെ കോൺഗ്രസ് തിരുവനന്തപുരത്തേക്ക് സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുന്നത്. തിരുവനന്തപുരത്തുകാർക്ക് സുപരിചിതനല്ലാത്ത സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസിൽ അന്ന് തുടങ്ങിയ മുറുമുറുപ്പ് ഇന്നും അടങ്ങിയിട്ടില്ല എന്നതാണ് വാസ്തവം. പക്ഷേ കോൺഗ്രസിനെ പോലും അമ്പരപ്പിച്ച് ശശി തരൂർ 3,26,725 വോട്ട് നേടി വിജയിച്ചു. 2014 2,97,806 വോട്ടുകളും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4,16,131 വോട്ടും നേടി തരൂർ വിജയം നിലനിർത്തി. എന്നാൽ 2009 LDFന്റെ P രാമചന്ദ്രൻ നായർ രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലത്തിൽ അടുത്ത 2 മത്സരങ്ങളിലും BJP ആയിരുന്നു LDFനെ കടത്തിവെട്ടി രണ്ടാം സ്ഥാനത്തെത്തിയത്. 2014 O രാജഗോപാൽ 2,82,336 വോട്ടുകൾ നേടിയപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAയ്ക്കു വേണ്ടി കുമ്മനം രാജശേഖരൻ നേടിയത് 3,16,142 വോട്ടുകൾ. ചരിത്രം പരിശോധിച്ചാൽ BJPയുടെ മണ്ഡലത്തിലെ മുന്നേറ്റം തുടങ്ങിയത് 3 ദശാബ്ദം മുൻപാണ്. 1989 BJP ഒറ്റയ്ക്ക് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ലഭിച്ച വോട്ടുകൾ 56,046 എന്നായിരുന്നു. ഇന്ന് തിരുവനന്തപുരം നഗരസഭയിലെ മുതിർന്ന BJP കൗൺസിലർ P അശോക് കുമാർ ആയിരുന്നു അന്നത്തെ BJP സ്ഥാനാർത്ഥി. LDFന്റെ സ്വതന്ത്രനായി മത്സരിച്ച സാക്ഷാൽ ONV കുറുപ്പും കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് A ചാൾസുമായിരുന്നു എതിരാളികൾ. ഇന്ന് 2024 എത്തി നിൽക്കുമ്പോൾ 1,00,000-ൽ നിന്നും 3,00,000-ലധികം വോട്ടുകൾ നേടിയാണ് BJPയുടെ മുന്നേറ്റം. വലിയ വികസന വാഗ്ദാനങ്ങളായിരുന്നു കഴിഞ്ഞ 2 തവണ ശശി തരൂർ തിരുവനന്തപുരത്ത് വോട്ട് തേടിയപ്പോഴും മുന്നോട്ട് വച്ചിരുന്നത്. ഹൈക്കോടതി ബെഞ്ച്, ബാഴ്സലോണ ഇരട്ട നഗര പദ്ധതി, അങ്ങനെ പലതും. എന്നാൽ ഇത്തവണ അദ്ദേഹം പുറത്തിറക്കിയ വികസന രേഖയിലും 2009 മുതൽ പറയുന്ന ഇതേ വാഗ്ദാനങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ടെന്നതാണ് സത്യം. വേണ്ടത്ര വികസന കാഴ്ചപ്പാടില്ലാതെയുള്ള പ്രവർത്തികൾ നഗരത്തിന്റെ ചലനത്തെ തന്നെ താറുമാറാക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയുള്ള UDF പ്രചാരണങ്ങളെന്നാണ് ആക്ഷേപം. ലാണ് പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് MP ആകുന്നത്. PK വാസുദേവൻ നായരുടെ മരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം MP ആയി. 19 വർഷത്തിനിപ്പുറം വീണ്ടും അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ സർക്കാർ വിരുദ്ധ വികാരം എങ്ങനെ മറികടക്കാനാകുമെന്നതാണ് കടമ്പ. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നയമാണ് NDA സ്ഥാനാർത്ഥിയും കേന്ദ്ര IT സഹമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. മികച്ച സംരംഭകനും സാങ്കേതിക വിദഗ്ധനുമായ അദ്ദേഹത്തിന്റെ പുതിയ വികസന കാഴ്ചപ്പാട് തലസ്ഥാന നഗരമെന്ന നിലയിൽ തിരുവനന്തപുരത്തിന് ഗുണം ചെയ്യുമെന്നതാണ് NDAയുടെ പ്രതീക്ഷ. മറ്റ് സംസ്ഥാന തലസ്ഥാനങ്ങൾ മികച്ച വികസനത്തിലേക്ക് പോയപ്പോൾ തിരുവനന്തപുരം എന്തുകൊണ്ട് അവയെ അപേക്ഷിച്ച് പിന്നോട്ട് പോയി എന്നത് പ്രധാന ചർച്ചയാക്കാൻ അദ്ദേഹത്തിന് ഇതിനകം കഴിഞ്ഞിട്ടുണ്ട്.
പാറശാല, നെയ്യാറ്റിൻകര, കോവളം, നേമം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, കഴക്കൂട്ടം നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വികസനത്തിനൊപ്പം ജാതി മത സമവാക്യങ്ങളും നിർണായകമാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുന്നവർ ദേശീയ തലത്തിൽ പരസ്പരം കൈകോർക്കുമ്പോൾ ഇങ്ങ് തെക്ക് തിരുവനന്തപുരത്ത് അവർ കൊമ്പുകോർക്കുന്നതിൻ്റെ രാഷ്ട്രീയവും ജനങ്ങൾ ചർച്ചയാക്കുന്നുണ്ട്. ജനം, തിരുവനന്തപുരം. വടകര പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് ഇനി. പ്രചാരണം കൊഴുത്തതോടെ ശക്തമായ പോരാട്ടമാണ് മൂന്ന് മുന്നണികളും മണ്ഡലത്തിൽ കാഴ്ചവെക്കുന്നത്. തങ്ങളുടെ പരമ്പരാഗത മണ്ഡലം തിരിച്ചുപിടിക്കാൻ CPM-ൽ KK ശൈലജയെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഷാഫി പറമ്പിലിന് രംഗത്തിറക്കിയാണ് കോൺഗ്രസ് മറുപടി കൊടുത്തത്. അതേസമയം ഇരു മുന്നണികളോടും പോരാടി മണ്ഡലത്തിൽ താമര വിരിയിക്കാനാണ് NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണയുടെ ശ്രമം. കോഴിക്കോട് ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളും കണ്ണൂർ ജില്ലയിലെ 2 നിയോജക മണ്ഡലങ്ങളും അടങ്ങുന്നതാണ് വടകര പാർലമെന്റ് മണ്ഡലം. കഴിഞ്ഞ 15 വർഷമായി മണ്ഡലം നിലനിർത്തി പോരുന്ന കോൺഗ്രസ് പക്ഷേ ഇക്കുറി മണ്ഡലം നിലനിർത്താൻ ഇറക്കിയിരിക്കുന്നത് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായത് പാലക്കാട് MLA ഷാഫി പറമ്പിൽ. ഇടതുപക്ഷമാവട്ടെ പരമ്പരാഗതമായ തങ്ങളുടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കളത്തിലിറക്കിയിരിക്കുന്നത് കൂത്തുപറമ്പ് MLA KK ശൈലജയെയും. ആ തരത്തിൽ കേരളത്തിലെ 2 MLA-മാർ നേരിട്ട് മത്സരിക്കുന്ന ഒരു മണ്ഡലമെന്ന പ്രശസ്തി കൂടിയുണ്ട് വടകര പാർലമെന്റ് മണ്ഡലത്തിന്. ഈ 2 മുന്നണികളോടും കൂടി പോരടിക്കാൻ വേണ്ടി NDA രംഗത്തിറക്കിയിരിക്കുന്നത് യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായ പ്രഫുൽ കൃഷ്ണയാണ്. ഇന്ന് ഈ 3 സ്ഥാനാർത്ഥികളുടെയും തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ് നമ്മളുടെ സഞ്ചാരം. ഞങ്ങളെത്തുമ്പോൾ വടകര MES കോളേജിലെ വിദ്യാർത്ഥികളോട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലായിരുന്നു UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. 2009 മുതൽ കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലമാണ് വടകര. കഴിഞ്ഞ 3 തവണയും കോൺഗ്രസിന് വേണ്ടി രംഗത്തിറങ്ങിയത് മുതിർന്ന നേതാക്കൾ തന്നെയായിരുന്നു. എന്നാൽ ഇത്തവണ മണ്ഡലം നിലനിർത്താൻ കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത് പാർട്ടിയുടെ യുവരക്തമായ ഷാഫി പറമ്പിലിനെയാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വടകരയെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിത്വമായിരുന്നു താങ്കളുടെ സ്ഥാനാർത്ഥിത്വം. ആ സർപ്രൈസ് ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ള വിശ്വാസം ഇപ്പോൾ ഉണ്ട്. എനിക്ക് തന്നെ ഒരു സർപ്രൈസ് ആയിരുന്നു. ഞാനും തീരെ പ്രതീക്ഷിച്ചിട്ടോ അങ്ങനെ ലോക്സഭയിൽ അങ്ങനെ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. പക്ഷേ നിലവിലെ സാഹചര്യങ്ങളിൽ പാർട്ടി എടുക്കുന്ന ഒരു തീരുമാനം അത് തീർച്ചയായിട്ടും അംഗീകരിക്കുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇവിടെ വരുമ്പോൾ പാലക്കാട് നിന്ന് പെട്ടെന്ന് പോരുമ്പോൾ എനിക്കൊരു പ്രയാസം ഉണ്ടായിരുന്നു. നമ്മൾ പാലക്കാടോട്ട് അങ്ങനെ കണക്റ്റഡായി നിൽക്കുമായിരുന്നല്ലോ. പക്ഷേ ഇതിൻ്റെ തീരുമാനത്തിൻ്റെ ഒരു ഗൗരവം മനസ്സിലായി. പക്ഷെ വടകര വന്ന് ഇറങ്ങിയ സെക്കൻഡ് തൊട്ട് ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷം വരെ വടകര എന്താ പറയുക, ഭയങ്കര സ്ട്രോങ് സപ്പോർട്ടും എനർജിയാണ് തരുന്നത്. TPയെ പറ്റി ഞങ്ങൾ പറയുന്നുള്ളത് മാത്രമല്ല, ഞങ്ങൾ അതിൻ്റെ നിയമ പോരാട്ടങ്ങളിലുമാണ്. ഇപ്പോൾ KK രമയും RMPയും കൊടുത്ത കേസാണ് ഇപ്പോൾ ഒടുവിൽ അത് ഡിസ്കഷന് കാരണമായി മാറുന്നത്. അപ്പോൾ അത് സംശയങ്ങൾക്കിടയില്ലാത്ത പദം അതൊരു പൊളിറ്റിക്കൽ മർഡറാണ് എന്ന് കോടതി തന്നെ ഇപ്പോൾ വിധിയിലൂടെ വീണ്ടും പ്രസ്താവിച്ചിരിക്കുകയാണ്. അവരുടെ ശിക്ഷ ഇരട്ടിപ്പിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. അപ്പോൾ അത് പറയരുത് എന്ന് പറയുന്നതിനകത്തുള്ളൊരു കുഴപ്പം, ഒരാളെ അങ്ങനെ അങ്ങ് കൊന്നാൽ 1-2 തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ് പിന്നെ അങ്ങ് നിർത്തിയേക്കണം, എന്നിട്ട് പിന്നെ അടുത്ത ആളെ ഞങ്ങൾ പിന്നെ കൊന്നോളാം എന്നുള്ളൊരു ലൈനല്ലേ. തീർച്ചയായും മണ്ഡലം വീണ്ടും ഉറപ്പിച്ച് കോൺഗ്രസിനോട് കൂടെ തന്നെ നിർത്തും എന്നാണ് ഷാഫി പറമ്പിലിന്റെ വിശ്വാസം. കൊയിലാണ്ടിയിലെ മൂച്ചുകുന്ന് പ്രദേശത്തെ പ്രചാരണ ചൂടിലാണ് LDF സ്ഥാനാർത്ഥി KK ശൈലജ. ഇത്തവണ ഉറപ്പായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ എനിക്ക് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുമെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. ഏത് തരത്തിലായിരിക്കും വികസനങ്ങൾ ടീച്ചർ വടകരയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? അല്ലെങ്കിൽ എത്ര പ്രശ്നത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കാർഷിക പ്രശ്നമാണ്. കാർഷിക മേഖലയിൽ കുറ്റ്യാടി പോലുള്ള മേഖലകളൊക്കെ ഉണ്ട്. അതോടൊപ്പം വന്യമൃഗശല്യം വളരെ രൂക്ഷമാണ്. അപ്പോൾ ഈ മനുഷ്യ വന്യജീവി സംഘർഷം നിലനിൽക്കുന്ന മേഖലകളാണ്. അതിൽ കേരളം മാത്രം വിചാരിച്ച് ചെയ്യേണ്ടതല്ല, കേന്ദ്ര ഗവൺമെൻറ്റാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അത് പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടേ മതിയാവുള്ളൂ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കാര്യം കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തി നേടിയെടുക്കാൻ ഞാൻ പരിശ്രമിക്കുമെന്നുള്ളതാണ്. 5 വർഷം ഞാൻ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തിരുന്നല്ലോ. എന്തു വലിയ മാറ്റമാണ് ആ മേഖലയിൽ ഉണ്ടായത് എന്നുള്ളത് ജനങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അതുപോലെ വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ അങ്ങനെ വിലയിരുത്തിയാൽ അതും ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. പൊതുവെയിലിനെ അവഗണിച്ചുകൊണ്ട് വടകര കോടതിയിലെ ജീവനക്കാരോട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണ. ഇടത് വലത് മുന്നണികളോട് പോരടിക്കാൻ NDA വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇറക്കിയിരിക്കുന്നത് BJPയുടെ കരുത്തുറ്റ സ്ഥാനാർത്ഥിയും യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റുമായിട്ടുള്ള പ്രഫുൽ കൃഷ്ണയാണ്.
വടകര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. NDAക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം തന്നെ വടകരയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഞങ്ങളുടെ കൺവെൻഷൻ ഉണ്ടായിട്ടുള്ള ജനപങ്കാളിത്തം, അതുമായി ബന്ധപ്പെട്ട് നടന്ന റോഡ് ഷോയിൽ ഉണ്ടായിട്ടുള്ള പങ്കാളിത്തം, അതൊക്കെ അതിനുള്ള തെളിവാണ്. ഈ വികസനം പറഞ്ഞാൽ NDAയെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് ഇവിടുത്തെ UDFനും LDFനും മനസ്സിലായി. അതുകൊണ്ടാണ് നിലവാരമില്ലാത്ത വർഗീയ പ്രചരണമാണ് ഇപ്പോൾ LDFും UDFും അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ CAയുടെ പേരിൽ, പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പേരിൽ ഇവിടെയുള്ള മുസ്ലിങ്ങളെ മുഴുവൻ ആട്ടി ഓടിക്കുന്നതാണ് എന്നൊക്കെയുള്ള പ്രസ്താവനകൾ ഇറക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. വെല്ലുവിളിക്കുന്നു. ഇവിടെ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞ് വോട്ട് പിടിക്കാൻ LDFനും UDFനും ധൈര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും വെല്ലുവിളിക്ക്. ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് പോലും ഇത്തരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയല്ലേ. ഇവിടെ CAയുടെ പേരിൽ ഏത് മുസ്ലിമിനാണ് ഇവിടെ പൗരത്വം നഷ്ടപ്പെടുന്നത്? ഇന്ത്യ മഹാരാജ്യത്തെ ഒരൊറ്റ മുസ്ലിം പൗരന് പോലും ഇവിടെ പൗരത്വം നഷ്ടപ്പെടുകയാണ്. എന്നിരിക്കെ ഇവിടുത്തെ മുസ്ലിങ്ങൾ രണ്ടാംകിട പൗരന്മാരാണ്. എല്ലാവരും ആട്ടി ഓടിക്കാൻ പെടാൻ പോവുകയാണ്. ഇന്നത്തെ രീതിയിലുള്ള പ്രചരണങ്ങൾ അതിന് ഇന്ത്യ മഹാരാജ്യം കൊടുക്കേണ്ടി വരുന്ന വില കനത്തതാണ്. ഈ പാർലമെന്റിലേക്ക് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഏത് തരത്തിലായിരിക്കും വടകരയുടെ വികസന കാര്യങ്ങളിൽ ഒരു മാറ്റം വരുത്താൻ കൊണ്ടുവരുന്നത്? വടകരയുടെ ടൂറിസം സാധ്യതകൾ അനന്തമാണ്. കാപ്പാട് മുതൽ കാപ്പാട് ബീച്ച്, തിക്കോടി ബീച്ച്, പയ്യോളി ബീച്ച്, വടകര മിനി ഗോവ. ഗോവ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം, ആ സംസ്ഥാനം നിൽക്കുന്നത് ടൂറിസം കൊണ്ട് മാത്രമാണ്, ഇല്ലേ? അതുപോലെ പ്രയോജനപ്പെടുത്താൻ പറ്റിയ സ്ഥലമാണ് മിനി ഗോവ എന്ന് പറയുന്ന വടകരയിലെ മണ്ഡലത്തിലെ സ്ഥലം. അവിടെയൊന്നും നടപ്പില്ല. സാൻഡ് ബാങ്ക്സ് ഉണ്ട്, തിക്കോടി ഡ്രൈവിംഗ് ബീച്ചുണ്ട്, തലശ്ശേരി ബീച്ചുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ബീച്ചുകൾ മാത്രം മതി വടകരയെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറ്റാൻ. ഈ ബീച്ചുകൾ മാത്രം മതി. എന്തായാലും ഇത്തവണ മണ്ഡലത്തിൽ പോരാട്ടം കനക്കുമെന്ന് ഉറപ്പാണ്. ഇടതുപക്ഷം തങ്ങളുടെ പരമ്പരാഗത മണ്ഡലം തിരിച്ചുപിടിക്കുകയോ കോൺഗ്രസ് കഴിഞ്ഞ 15 വർഷത്തെ വിജയം ആവർത്തിക്കുകയോ അതോ മണ്ഡലത്തിൽ ഇനി താമര വിരികയാണോ ചെയ്യുക എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. ക്യാമറാമാൻ പ്രസോദിനോടൊപ്പം ആനന്ദ് പുതൂർ, ജനം. പത്തനംതിട്ടയിൽ ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെച്ച് മുന്നണികൾ. NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി പ്രചാരണത്തിൽ മറ്റ് സ്ഥാനാർത്ഥികളെക്കാൾ ഒരു പടി മുന്നിലാണ്. ഇടതുപക്ഷത്തെ മുതിർന്ന നേതാക്കളുടെ കയ്യാങ്കളിയും സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലും തെരഞ്ഞെടുപ്പ് കാലത്ത് CPMനെ നാണക്കേടിലാക്കിയിരിക്കുകയാണ്. നിലവിലെ MP ആന്റോ ആന്റണിക്കെതിരെ ശക്തമായ ജനവിരുദ്ധ വികാരവും മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, ഇത്തവണ പത്തനംതിട്ട മണ്ഡലം ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. അനിൽ K ആന്റണി, തോമസ് ഐസക്, ആന്റോ ആന്റണി ശക്തരായ സ്ഥാനാർത്ഥികൾ തന്നെയാണ്. പക്ഷേ അടിയൊഴുക്കാണ് CPMനെ വലയ്ക്കുന്നത്. ജനവിരുദ്ധ വികാരം, ഭരണവിരുദ്ധ വികാരം ആന്റോ ആന്റണിയെ സംബന്ധിച്ചുമുണ്ട്. NDA കൂടുതൽ കരുത്താർജിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രോഹിണി, തെരഞ്ഞെടുപ്പ് തീയതിയുടെ പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ 3 മുന്നണികളും സ്ഥാനാർത്ഥികളെ അണിനിരത്തി ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് മാറിയ ഒരു മണ്ഡലമാണ് പത്തനംതിട്ട മണ്ഡലം. പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം 7 നിയമസഭാ മണ്ഡലങ്ങൾ, അതിൽ 5 എണ്ണം പത്തനംതിട്ടയിൽ, 2 എണ്ണം കോട്ടയത്ത്. തിരുവല്ല, ആറന്മുള, കോന്നി, അടൂർ, റാന്നി 5 മണ്ഡലങ്ങൾ പത്തനംതിട്ടയിലുള്ളപ്പോൾ കാഞ്ഞിരപ്പള്ളി ഒപ്പം പൂഞ്ഞാർ 2 മണ്ഡലങ്ങൾ കോട്ടയം മണ്ഡലത്തിലും സ്ഥിതി ചെയ്യുന്നു. ഈ 7 മണ്ഡലങ്ങളിലും ക്രിസ്ത്യൻ സഭകൾക്ക് വ്യക്തമായ ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്. പത്തനംതിട്ടയുടെ രൂപീകരണം മുതൽ 1982 മുതൽ UDFന് ശക്തമായ മേൽക്കോയ്മയുള്ള മണ്ഡലമാണ്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ 15 വർഷം ആന്റോ ആന്റണി, UDFന്റെ ആന്റോ ആന്റണി MP തെരഞ്ഞെടുത്ത് പ്രതിനിധിയായിട്ട് പാർലമെന്റിലേക്ക് ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ട മണ്ഡലം. പക്ഷേ ശക്തമായിട്ടുള്ള ജനവിരുദ്ധ വികാരം അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. വികസന മുരടിപ്പ് പത്തനംതിട്ട ജില്ലയിൽ തുടർച്ചയായി ഉണ്ടാകുന്നു. MP മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള ഒരു വിമർശനം ഇടതുപക്ഷവും ഒപ്പം തന്നെ NDAയും MPക്കെതിരെ, സ്ഥാനാർത്ഥിക്കെതിരെ, UDF സ്ഥാനാർത്ഥിക്കെതിരെ ഉന്നയിക്കുന്നു. MPയെ കാണാനില്ല എന്നതായിരുന്നു കഴിഞ്ഞ നാളുകളായിട്ട് പ്രതിപക്ഷം LDFും അതോടൊപ്പം തന്നെ NDAയും മുന്നോട്ട് വെച്ച MPക്കെതിരെ മുന്നോട്ട് വെച്ച പ്രധാന ആരോപണം. ഈ ഒരു കാര്യം പൊതുജനങ്ങൾക്കിടയിലും ശക്തമായി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. NDAയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി നേരിട്ടെത്തി പ്രചാരണത്തിന് തുടക്കം കുറിച്ച മണ്ഡലമാണ്. ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നിലനിൽക്കുന്നു. അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി തന്നെ ശക്തമായിട്ടുള്ള ഒരു പ്രചരണം, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടൊപ്പം തന്നെ ശക്തമായ പ്രചരണം തുടക്കം കുറിക്കാൻ സാധിച്ചു. അങ്ങനെ ഒരുപാട് മുന്നിലാണ് NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ. NDAയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി മോദിയുടെ ഗ്യാരണ്ടിയാണ് NDA മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. ആ ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്നതിന് വേണ്ടി വീണ്ടും പത്തനംതിട്ടയിൽ നിന്ന് ഇത്തവണ NDAയുടെ ഒരു പ്രതിനിധിയെ അയക്കണം എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി തന്നെ നേരിട്ട്
മണ്ഡലത്തിലേക്ക് എത്തി പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. ഈ NDAയുടെ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി എത്തുന്ന സ്ഥലങ്ങളിലെല്ലാം മണ്ഡല പര്യടനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എത്തുന്ന സ്ഥലങ്ങളിലെല്ലാം ജനങ്ങളുടെ വലിയ പങ്കാളിത്തം ലഭിക്കുന്നുണ്ട്. യുവജനങ്ങളുടെ യുവ വോട്ടർമാരുടെ സാന്നിധ്യം ഈ മണ്ഡല പര്യടനത്തിലെല്ലാം ആദ്യ അവസാനം ലഭിക്കുന്നു എന്നതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നിന്നും ആന്റണി ആയാലും ഒപ്പം തന്നെ തോമസ് ഐസക് ആയാലും LDFന്റെയും UDFന്റെയും പ്രതിനിധികളെ ഡൽഹിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവർ അവിടെ എത്തുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു സഖ്യത്തിലേക്കാണ് ഒന്നിച്ചു ചേരുന്നത്, കൈചേർത്ത് പിടിക്കുന്നത് എന്നുള്ള ഒരു കാര്യവും NDA ശക്തമായി തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. ആ ഒരു പൊതുബോധം ജനങ്ങൾക്കിടയിലും ശക്തമായി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പത്തനംതിട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള വികസനങ്ങൾ പത്തനംതിട്ടയിൽ സാധ്യമാക്കണം എന്നുണ്ടെങ്കിൽ അനിൽ ആന്റണിയുടെ NDAയുടെ സ്ഥാനാർത്ഥിയുടെ വിജയമാണ് വേണ്ടത് എന്നുള്ള ഒരു കാര്യം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ NDAക്ക് കഴിയുന്നുണ്ട്. NDA ക്യാമ്പിന് അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. ജനങ്ങൾക്കിടയിലും അത്തരത്തിലുള്ള ഒരു കാര്യം, അത്തരത്തിലുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കാര്യവുമാണ് എടുത്ത് പറയേണ്ടത്. ഒപ്പം തന്നെ ശബരിമല പോലെയുള്ള പുണ്യ സങ്കേതങ്ങളുടെ ഒരു കേന്ദ്രം കൂടിയാണ്, പുണ്യഭൂമി കൂടിയാണ് പത്തനംതിട്ട ജില്ല. ശബരിമലയ്ക്ക് ആവശ്യമായിട്ടുള്ള യാതൊരു വികസന പ്രവർത്തനങ്ങളും മറ്റും ഈ 8 വർഷം തുടർച്ചയായി കേരളം ഭരിച്ച ഇടതുപക്ഷവും ഒപ്പം തന്നെ 15 വർഷം തുടർച്ചയായി പ്രതിനിധിയായി പാർലമെന്റിലേക്ക് പറഞ്ഞയച്ച ആന്റണിയും കൊണ്ടുവന്നിട്ടില്ല. തീർത്തും തഴയുന്ന ഒരു കാര്യമാണ്, സമീപനമാണ് ഇവർ രണ്ട് മുന്നണികളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു വിമർശനവുമുണ്ട്. പ്രഥമ പരിഗണനയായി ശബരിമലയുടെ വികസനവും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളും എല്ലാം നടത്തും എന്നുള്ളൊരു കാര്യവും അനിൽ ആന്റണി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ സഭകൾക്ക് വ്യക്തമായിട്ടുള്ള മുൻ മേൽക്കൈയുള്ള ഒരു മണ്ഡലമാണ്. പ്രധാനമായും ഓർത്തഡോക്സ് മാർത്തോമ സഭകൾക്ക് പത്തനംതിട്ട മണ്ഡലത്തിലും ഒപ്പം കാഞ്ഞിരപ്പള്ളിയിലും പൂഞ്ഞാറുമുള്ള മണ്ഡലങ്ങളിൽ സിറിയൻ റോമൻ കത്തോലിക്കിനും ഒപ്പം തന്നെ ലത്തീൻ സഭകൾക്കും മേൽക്കോയ്മയുള്ള മണ്ഡലങ്ങളാണ്. ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം കൃത്യമായി ക്രിസ്ത്യൻ സഭകളുടെ വിശ്വാസങ്ങൾ നേടിയെടുക്കാനും BJPക്ക് ഇത്തവണ സാധിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ സഭകൾക്കെതിരെ പല കുപ്രചാരണങ്ങളും BJPക്കെതിരെ പല കുപ്രചാരണങ്ങളും ക്രിസ്ത്യൻ സഭകൾക്കിടയിൽ ഇടതുപക്ഷവും വലതുപക്ഷവും കേരളത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ വെറും കുപ്രചാരണങ്ങൾ മാത്രമാണെന്നുള്ള ഒരു കാര്യവും അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താനും നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ കൃത്യമായിട്ടുള്ള സംരക്ഷണം ഇവർക്ക് ക്രിസ്ത്യൻ സഭകൾക്കും മറ്റും ഉണ്ടാകും എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്താനും NDAക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും 2014 തെരഞ്ഞെടുപ്പിൽ MD രമേശ് ആയിരുന്നു പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി. 1.5 ലക്ഷത്തോളം വോട്ടുകൾ ലഭിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിൽ K സുരേന്ദ്രനായിരുന്നു സ്ഥാനാർത്ഥി. 2,97,000 വോട്ടുകൾ K സുരേന്ദ്രന് ലഭിച്ചു. ഓരോ ഘട്ടത്തിലും വോട്ടുകളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യമാണ് NDAക്കുള്ളത്. അത് ഇത്തവണയും ഉണ്ടാകും. ഇത്തവണ ഈ ക്രിസ്ത്യൻ സഭകളുടെ വിശ്വാസം കൂടി നേടിയെടുത്ത സാഹചര്യത്തിൽ അവരിൽ നിന്നുള്ള വോട്ട് കേന്ദ്രീകരണം കൂടെ ഉണ്ടായി കൃത്യമായി വിജയം സുനിശ്ചിതമാണെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് NDA ക്യാമ്പിനുള്ളത്. ഇനി ഇടതുപക്ഷത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷം കഴിഞ്ഞ മാസങ്ങളായിട്ട് തോമസ് ഐസക് ഈ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രചരണം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ തോമസ് ഐസക്കിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റു ചില ആളുകളുടെ പേരുകൾ ഉയർന്നു വരുന്ന സാഹചര്യം ഇടതുപക്ഷത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപുള്ള മാസങ്ങളിൽ രാജു എബ്രഹാമിന്റെ ഉൾപ്പെടെയുള്ള പേരുകൾ ഉയർന്നു വന്ന ഈ ഇടതുപക്ഷത്തിനുള്ളിൽ തന്നെ സ്ഥാനാർത്ഥി ആര് എന്നുള്ള ചോദ്യത്തിനൊരു ആശയക്കുഴപ്പം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം തോമസ് ഐസക്കിന്റെ പ്രചാരണം പോരാ എന്നുള്ള ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് ജില്ലയിലെ പ്രധാന മുതിർന്ന നേതാക്കളായ A പത്മകുമാറും PB ഹർഷകുമാറും പോരടിക്കുന്ന സാഹചര്യമുണ്ടായി. ആ കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് നേരിട്ട് ഇടപെടേണ്ട സാഹചര്യമുണ്ടായി. സംസ്ഥാന നേതൃത്വം നേരിട്ട് തെരഞ്ഞെടുപ്പ് ചുമതലകൾ നിർവഹിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ചുമതലയുള്ള ഒരു നേതാവിനെ ജില്ലയിലേക്ക് അയക്കും എന്നാണ് നിലവിൽ ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷത്തെ നാണക്കേടിലാക്കുന്ന പല സംഭവ വികാസങ്ങളും ഉണ്ടായ ഒരു ജില്ല കൂടിയാണ് ഇത്. ആ കാര്യത്തിൽ സ്ഥാനാർത്ഥിക്കും തോമസ് ഐസക്കിനും നിരാശയുണ്ട്. ഈ കഴിഞ്ഞ കാലത്ത് ഈ സംസ്ഥാനത്തുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിക്കെല്ലാം കാരണം തോമസ് ഐസക്കാണ്. സംസ്ഥാനത്തെ കടക്കണിയിലേക്ക് പറഞ്ഞുവിട്ടു എന്നുള്ള ഒരു കാര്യം ഈ അതെ, പത്തനംതിട്ടയിൽ നിന്നും മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രത്യേക ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്തേ.